ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഖരിയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 3-ാമത്തെ പഠന ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യം സഖരിയാവ് കാണുന്ന ആദ്യത്തെ ദർശനമാണ്. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ സഖരിയാവ് 8 ദർശനങ്ങളാണ് കാണുന്നത്. ഈ ദർശനങ്ങളെ ഉടമ്പടിയുടെ ദർശനങ്ങൾ എന്നാണ് പൊതുവെ വേദപണ്ഡിതന്മാർ പറയുന്നത്. കവനൻ്റൽ വിഷൻസ്, ദൈവം ഇസ്രായേലിനോട് ചെയ്ത, പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി, അതിൻ്റെ ഉറപ്പിനായി നൽകുന്ന ദർശനങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഈ ആദ്യത്തെ ദർശനം കണ്ട സമയമെന്ന് പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ദാര്യാവേശിൻ്റെ 2-ാം ആണ്ടിൽ ശെബായത്ത് മാസമായ 11-ാം മാസം 24-ാം തീയതി എന്നാണ്. അത് BC 519, നമ്മുടെ കണക്കനുസരിച്ച് ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ്. എന്താണ് അദ്ദേഹം കാണുന്ന ദർശനം? നമ്മളവിടെ വായിക്കുന്നത്, ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയ ഒരു പുരുഷനെ കണ്ടു. മാൻ ഇൻ റെഡ് ഹോഴ്സ്. ആരാണ് ഈ ചുവന്ന കുതിരപ്പുറത്ത് കയറിയ പുരുഷൻ? പിന്നീട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ. ഇവിടെ ആരാണ് ഈ പുരുഷൻ എന്ന് മനസ്സിലാക്കാൻ 10-ാം വാക്യം വായിച്ചാൽ അവിടെ വായിക്കുന്നത്, അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്. ഇവിടെ 7-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും കാണുന്ന ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന പുരുഷൻ, കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷൻ, ആ പുരുഷനോട് ചോദിക്കുമ്പോൾ പറയുകയാണ്, അവർ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന പുരുഷനോട് നിൽക്കുന്ന യഹോവയുടെ ദൂതനോട്. കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്ന ഈ പുരുഷൻ യഹോവയുടെ ദൂതനാണ്, ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്. പിന്നീട് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ യഹോവ എന്ന് തന്നെ സംബോധന ചെയ്തിട്ടുണ്ട്. അപ്പോൾ യഹോവയുടെ ദൂതൻ എന്ന നിലയിൽ പ്രത്യക്ഷപ്പെട്ട ഈ വ്യക്തി ആരാണ്? യഹോവ എന്ന നിലയിൽ അദ്ദേഹത്തെ സംബോധന ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പഴയ നിയമം പരിശോധിച്ചാൽ ഏതാണ്ട് 11 സ്ഥലങ്ങളിൽ യഹോവയുടെ ദൂതൻ, ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ ദൂതൻ എന്ന നിലയിൽ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന രംഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും പരിശോധിക്കുകയും ചെയ്താൽ അവിടെ യഹോവയുടെ ദൂതൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് യഹോവ എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ 2 യഹോവമാരെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരാൾ പിതാവായ ദൈവമാണ്, 2 പുത്രനായ ദൈവമാണ്. ഇവിടെ ദൈവദൂതൻ എന്ന നിലയിൽ, ഒരു പുരുഷൻ എന്ന നിലയിൽ സഖരിയാവിന് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു പഴയ നിയമത്തിൽ വളരെ തെളിവായി കാണുന്ന വാക്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞാൽ, ഒന്ന് ഹാഗാറിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 14 വരെയുള്ള വാക്യം. അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യം. യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യം. മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം. ഗിദയോന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വാക്യങ്ങൾ. ശിംശോൻ്റെ മാതാപിതാക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം. സഖരിയാവിന് പ്രത്യക്ഷപ്പെട്ടത് സഖരിയ പ്രവചനം 1-ൻ്റെ 7 മുതൽ 12 വരെയുള്ള വാക്യം. ഈ പ്രത്യക്ഷപ്പെടൽ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അവിടെ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട ഓരോ രംഗവും നമ്മൾ പരിശോധിച്ചാൽ വളരെ ശ്രേഷ്ഠമായ, അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി ആത്മീയ പാഠങ്ങൾ നമുക്കവിടെ പഠിക്കാനുണ്ട്. ഉദാഹരണത്തിന് ഹാഗാറിന് പ്രത്യക്ഷപ്പെട്ട ക്രിസ്തു, ആ വേദഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഹാഗാർ അവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. 13-ാം വാക്യം, അതായത് 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാറെ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേര് വിളിച്ചു. ദൈവമേ നീ എന്നെ കാണുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, തനിക്ക് പ്രത്യക്ഷപ്പെട്ട യഹോവയുടെ ദൂതനെ ഹാഗാർ വിളിക്കുകയാണ്. ദൈവമേ എന്ന് വിളിക്കുന്നു, യഹോവ എന്ന് വിളിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവാണ് എന്നുള്ളതിന് വേറൊരു സംശയവും ആ കാര്യത്തിൽ ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. അവിടെ അവൾ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ കാണുന്നവനെ ഞാനിവിടെ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹാഗാറിൻ്റെ ജീവിതം ഇരുളടഞ്ഞ ഒരു ജീവിതമായിരുന്നു. അവൾ പെരുവഴിയിലേക്ക് ഇറക്കി വിടപ്പെട്ടവളാണ്. അബ്രഹാമും സാറയും കൂടെ അവളെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടതാണ്. അവൾ ചെയ്യാത്ത തെറ്റിന് അവളെ ശിക്ഷിച്ചതാണ്. മനഃപൂർവ്വമായി അവൾ ശിക്ഷിക്കപ്പെട്ടതല്ല, നിർബന്ധത്തിന് വഴങ്ങി ചെയ്ത ഒരു തെറ്റാണ്. അതിന് ശിക്ഷ അനുഭവിച്ചത് അവളാണ്. സാറ കൈവിട്ടു, അബ്രഹാം കൈവിട്ടു, പക്ഷേ കർത്താവ് അവളെ കൈവിട്ടില്ല.
ഇരുണ്ട അവളുടെ ജീവിതത്തിൽ പ്രകാശമായി നമ്മുടെ കർത്താവ് അവൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രത്യക്ഷപ്പെടൽ, ഈ ഓരോ വേദഭാഗങ്ങളും നമ്മൾ പരിശോധിച്ചാൽ വ്യത്യസ്തമായ ആത്മീക സത്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ റെഡ് ഹോഴ്സ് എന്ന നിലയിൽ റെഡ് ഹോഴ്സ്, ചുവന്ന കുതിരപ്പുറത്ത് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് ന്യായവിധിയിൽ നിന്ന് നമ്മളെ വിടുവിക്കാനാണ്. സഖരിയ പ്രവചന 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒരു സൈന്യത്തെ നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലൊരു സൈന്യത്തെ കാണുന്നുണ്ട്. അതെല്ലാം ന്യായവിധിയുടെ കുതിരകളാണ്. എന്നാൽ ഇവിടെ കാണുന്ന ചുവന്ന കുതിര സമാധാനത്തിൻ്റെ രക്തം ചൊരിഞ്ഞ് സമാധാനമുണ്ടാക്കിയ ക്രിസ്തുവിൻ്റെ നിഴലാണ്. കൊലോസ്യത്തിൽ വായിക്കുന്നത്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. സമാധാനപ്രഭുവായ ക്രിസ്തു നിങ്ങളെ ആശ്വസിപ്പിക്കുകയും സമാധാനം നൽകുകയും ചെയ്യട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.